السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ എങ്ങനെ ഉപകാരമായി എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. മക്കയിലെ വിശേഷങ്ങൾ കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. ചിലർ നബിയെക്കുറിച്ച് കേട്ടറിഞ്ഞത് ശത്രുക്കളിൽ നിന്നാണ്. ദേ, മുഹമ്മദ് എന്നൊരു മായാജാലക്കാരനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവൻ പറഞ്ഞ് വശീകരിച്ചു കളയും. അതിലൊന്നും പെട്ടുപോകരുതേ എന്ന് അവൻ ശത്രു പറയുക. കേൾക്കുന്നവർ വിചാരിക്കും, എങ്കിൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമല്ലോ. ഇങ്ങനെ പല ഭാഗത്തു നിന്നും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചു വന്നു തുടങ്ങി. ശത്രുക്കളുടെ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുണമായി തീർന്നു. ദൂരദിക്കുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിത്തുടങ്ങി. അബൂ ദറുൽ ഗിഫാരി മക്കയിൽ നിന്നകലെ അറേബ്യയുടെ പ്രാന്ത പ്രദേശത്ത് വസിക്കുന്ന ഗോത്ര നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ അദ്ദേഹത്തിന്റെ ചെവിട്ടിലുമെത്തി. അദ്ദേഹം തന്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു, മക്കയിൽ ഒരാൾ തനിക്ക് ആകാശത്തു നിന്ന് അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നതായി അവകാശപ്പെട്ട് രംഗത്ത് വന്നതായി കേൾക്കുന്നു. നീ അവിടെ പോയി അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു മനസ്സിലാക്കി വരണം. സഹോദരൻ മക്കയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം അബൂ ദറിനോട് വിവരങ്ങൾ പറഞ്ഞു. സഹോദര, ഞാൻ അദ്ദേഹത്തെ കണ്ടു. എത്ര മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം ഉരവിടുന്നത്. അറബികളുടെ സംഗീതത്തിനോടോ ജ്യോത്സ്യന്മാരുടെ പ്രവചനത്തിനോടോ സാമ്യമുള്ളവയല്ല ആ വാക്കുകൾ. നന്മയും സൽസ്വഭാവവുമാണ് അദ്ദേഹം ജനങ്ങളിലെ ഉപദേശിക്കുന്നത്. ഈ വിവരണം അബൂ ദറുൽ ഗിഫാരിക്ക് തൃപ്തിയായി തോന്നിയില്ല. നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കി വരാം അദ്ദേഹം തീരുമാനിച്ചു. ഉടനെ തന്നെ ഒട്ടകത്തെ മക്കയിലേക്ക് തെളിച്ചു. മക്കയിലെത്തിയ അബൂ ദറുൽ ഗിഫാരിക്ക് ആരോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ അടി കിട്ടുമോ? സമയം വരട്ടെ, എന്തെങ്കിലും ഒരു വഴി വരുമെന്ന് കരുതി അദ്ദേഹം ഹറമിൽ വിശ്രമിച്ചു. നേരം സന്ധ്യയായി. ഒരന്യ നാട്ടുകാരൻ ഹറമിലിരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് ക്ഷീണിച്ചിരിക്കുകയാവുമെന്ന് വിചാരിച്ച് വേണ്ട സഹായം ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ച് അലി റളിയല്ലാഹു അൻഹു അബൂ ദറുൽ ഗിഫാരിയെ സമീപിച്ചു. ഒന്നും ചോദിക്കാതെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ചോദിക്കുകയോ അബൂ ദറുൽ ഗിഫാരി എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. തിരിച്ചു വന്ന ഗിഫാരി ഹറമിൽ തന്നെ വിശ്രമിച്ചു. പിറ്റേന്ന് വൈകുന്നേരം അലി റളിയല്ലാഹു അൻഹു ഹറമിൽ വന്നപ്പോഴുമുണ്ട് തലേന്ന് താൻ സത്കരിച്ച കക്ഷി അവിടെ തന്നെ. വന്ന കാര്യം സാധിക്കാതെ വിഷമിച്ചിരിക്കുകയാകും. ഇന്ന് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാം അലി റളിയല്ലാഹു അൻഹു വിചാരിച്ചു. അദ്ദേഹം അന്നും തൻ്റെ തലേ ദിവസത്തെ അതിഥിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകി. വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ അയാൾ എന്തിനു വന്നതാണെന്ന് ചോദിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിക്ക് തോന്നിയില്ല. 3 ദിവസമായില്ലേ, കാര്യം തിളക്കി. പിറ്റേന്ന് വൈകുന്നേരം ഹറമിൽ വെച്ച് ഇതേയാളെ അലി റളിയല്ലാഹു അൻഹു കണ്ടു. അങ്ങനെ അബൂ ദറുൽ ഗിഫാരിയെ അലി റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് ക്ഷണിച്ചു. 3 ദിവസമായില്ലേ, കാര്യങ്ങൾ തിരക്കി കളയാമെന്ന് വിചാരിച്ച് അലി റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ തിരക്കി. തൻ്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അബൂ ദറുൽ ഗിഫാരിക്ക് ഊഹിക്കാനാവുകയില്ലല്ലോ. ഞാൻ വന്നത് എന്താണെന്ന് പറയാം, പക്ഷെ ശരിയായ കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരുമെന്ന് എനിക്കൊന്ന് വാക്ക് തരണം, അതിഥി ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു ഉറപ്പ് നൽകി. അബൂ ദറുൽ ഗിഫാരി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വെളിവാക്കി. അല്ലാഹുവിൻ്റെ സ്തുതി. ആഹ്ലാദത്തോടെ അലി റളിയല്ലാഹു അൻഹു തൻ്റെ അതിഥിയെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തി. തിരുമുഖത്ത് നിന്ന് ഇസ്ലാമിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ അബൂ ദറുൽ ഗിഫാരി ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങൾ മുസ്ലിമായ കാര്യം ഇവിടെ ആരോടും പറയണ്ട, പിന്നീട് ഇസ്ലാം വിജയിച്ചതായി അറിയുമ്പോൾ തിരിച്ചു വന്നാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ചരിത്രവുമായി പിന്നീട് ഒരു സമയം കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.